ഗിയർ ഇടുമ്പോൾ പലർക്കും സംശയമാണ് എങ്ങനെയാണ് സെക്കൻഡ് ഇടുമ്പോൾ ഫോർത്തിലേക്ക് വീഴുന്നു, തേർഡ് ഇടുമ്പോൾ ഫിഫ്ത്തിലേക്ക് വീഴുന്നു, ഇതൊക്കെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെ ഇടാം എന്നൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ഗിയർ ലിവറിൽ കൈ വെക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരു എളുപ്പവഴിക്ക് വേണ്ടി എങ്ങനെയും പിടിച്ച് കാണിക്കുകയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഗിയർ ലിവറിൽ കൈ വെച്ചുകൊണ്ട് ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ലെഫ്റ്റിലേക്ക് ചേർത്ത് ഫ്രണ്ടിലേക്ക് തള്ളിവിടുക. ഇതാണ് ഫസ്റ്റ് ഗിയർ. സെക്കൻഡ് ഗിയർ ഇടുന്നത് ഇങ്ങനെ ഇടുന്നവരുണ്ട്. ഇങ്ങനെ ഇടുമ്പോൾ ചിലർക്ക് അത് നേരെ പോയി വീഴുന്നത് ഫോർത്ത് ഗിയറിലേക്കാണ്. ഈ ഫോർത്ത് ഗിയറിലേക്ക് പോകാതിരിക്കാൻ ഫസ്റ്റിൽ നിന്നും സെക്കൻഡ് ഇടുമ്പോൾ ന്യൂട്രലിൽ വന്നിങ്ങനെ ഇടത്തോട്ട് ഇച്ചിരി ചേർത്ത് പിടിച്ച് ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെക്കൻഡിൽ തന്നെ വരും. അതേപോലെ തന്നെ തേർഡ് ഗിയർ ഇടുമ്പോൾ ന്യൂട്രലിൽ വന്ന് കൈ ഒരല്പം ലൂസാക്കി കഴിഞ്ഞാൽ ഇച്ചിരി വലത്തോട്ട് നീങ്ങിത്തരും. പതിയെ ഒന്ന് ഫ്രണ്ടിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ തേർഡ് ഗിയറിലേക്കായി. അത് പലരും ചെയ്യുന്നത് കൈക്ക് ബലം പിടിക്കും. ബലം പിടിച്ചിങ്ങനെ വലത്തോട്ട് നീക്കി അങ്ങ് തള്ളും. ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ നേരെ പോകുന്ന ഫിഫ്ത്ത് ഗിയറിലേക്കാണ്. അതുകൊണ്ട് സെക്കൻഡ് ഗിയറിൽ നിന്നും ന്യൂട്രലിൽ വന്ന് ഒരല്പം ഒന്ന് കൈ ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നീങ്ങിത്തരും. ഇച്ചിരി വലത്തോട്ട് നീങ്ങി ഫ്രണ്ടിലേക്ക് തള്ളുന്നതായിരിക്കും തേർഡ് ഗിയർ. അതേപോലെ തന്നെ ഫോർത്ത് ഗിയർ ഇടുന്നത് നേരെ ബാക്കിലേക്ക്. ഏത് ഗിയർ ഇടണമെങ്കിലും ആദ്യം ന്യൂട്രലിൽ വന്നിട്ടേ ഗിയറിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് ന്യൂട്രൽ പൊസിഷനിൽ എത്തിയതിന് ശേഷം ഗിയറിലേക്ക് വരിക, അല്ലാതെ പിടിച്ച് ഒരൊറ്റ വലിക്കരുത്. ഫിഫ്ത്ത് ഗിയർ ഇടുമ്പോൾ അതേപോലെ തന്നെ ന്യൂട്രലിൽ വന്ന് കൈ വലത്തോട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം. എന്നിട്ട് പതിയെ ഫ്രണ്ടിലേക്ക് തള്ളി വിടുക. ഇതാണ് ഫിഫ്ത്ത് ഗിയർ. റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ അതേപോലെ തന്നെ ന്യൂട്രലിൽ വന്ന് വലതുവശം ഇങ്ങനെ ചേർത്ത് പിടിച്ച് ബാക്കിലേക്ക് വലിക്കുക. ഇങ്ങനെയാണ് റിവേഴ്സ് ഗിയർ. ഓക്കെ.